ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വൈകുന്നേരം ചായയുടെ കഴിക്കാനായിട്ട് ഒന്നുമില്ല. സാധാരണ ഞങ്ങൾ വല്ലതും ഉണ്ടാക്കും, ഇല്ലെങ്കിൽ വീട്ടിൽ മിച്ചറോ ചിപ്സോ അങ്ങനെയൊക്കെ വല്ലതുമൊക്കെ കാണും. ഇന്നായപ്പോൾ ഒന്നുമില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു കടയിൽ പോയി വല്ലതും വാങ്ങിക്കാം എന്ന്. അങ്ങനെ ഞങ്ങൾ പോവാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പം കടയിൽ പോയി ബിസ്ക്കറ്റ് വാങ്ങിക്കാനുള്ള സന്തോഷത്തിലാണ് മോള് നിൽക്കുന്നത്. അവൾക്ക് ബിസ്ക്കറ്റ് മതിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ കടയിലൊക്കെ പോകാൻ വേണ്ടി എല്ലാവരും റെഡിയായി നിൽക്കുകയാണ്. മോൾക്ക് സ്കൂളിലും കൂടെ കൊണ്ടുപോകാൻ മലക്കറി വല്ലതും വാങ്ങിക്കണം. അവൾക്ക് ക്യാരറ്റൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അത് വല്ലതും വാങ്ങിക്കണം. അങ്ങനെ ഞങ്ങൾ പോയിട്ട് വീടെത്തി. പോയ വീടിയൊന്നും കടയിൽ കയറിയതോ എടുത്തില്ല. അപ്പോൾ ഞങ്ങൾ പയറാണ് വാങ്ങിച്ചത്. മോൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വിഴുക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ പയറാണ് വാങ്ങിച്ചത്. പിന്നെ ക്യാരറ്റ് നോക്കി, ക്യാരറ്റ് കിട്ടിയില്ല. അപ്പോഴത്തേക്ക് അവർ 2 ക്യാരറ്റ് എടുത്ത് തന്നിട്ട് പറഞ്ഞു അത് മോൾക്ക് മാത്രം മതിയല്ലോ. അങ്ങനെ 2 എടുത്ത് തന്നിട്ട് അവൾക്ക് മാത്രമായിട്ട് വാങ്ങിച്ചു. പിന്നെ കുഴലപ്പം, പിന്നെ പാൽപ്പൊടി, അത് വാങ്ങിച്ചത് ഞങ്ങൾക്ക് പാൽപ്പൊടി ഇട്ട് ചായ ഇട്ട് കുടിക്കാൻ ഒരാഗ്രഹം, അതുകൊണ്ടാണ് വാങ്ങിച്ചത്. ഞങ്ങൾ സാധാരണ ഇതിട്ട് ചായ കുടിക്കില്ല. വല്ലപ്പോഴും ഇതേപോലെ ആഗ്രഹം വരുമ്പോൾ ചെറിയൊരു പാക്കറ്റ് വാങ്ങിക്കും. അതേപോലെ ബദാമിൻ്റെ ഒരു പാക്കറ്റ്, അതും ഇതേപോലെ ഞങ്ങൾക്ക് ആഗ്രഹം തോന്നുമ്പോഴേ വാങ്ങിക്കുള്ളൂ. സ്ഥിരമായിട്ട് ഞങ്ങളിതൊന്നും ഉപയോഗിക്കില്ല. പാൽപ്പൊടിയൊന്നും സ്ഥിരമായിട്ട് ഉപയോഗിക്കില്ല. ഞങ്ങൾ പാലാണ് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആഗ്രഹം തോന്നുമ്പോൾ ഞങ്ങൾ വാങ്ങിക്കും, ചായ ഇട്ട് കുടിക്കും. അങ്ങനെ അതിന് വേണ്ടിയിട്ടൊക്കെ നിൽക്കുകയാണ്. മോൾക്ക് ബിസ്ക്കറ്റ് വാങ്ങിച്ചു. ബിസ്ക്കറ്റ് കൊണ്ടുവന്ന് കാണിച്ചതാ, വീഡിയോയിൽ കാണിക്കട്ട് എന്ന് പറഞ്ഞിട്ട് അവൾ തരുന്നില്ല. അവൾ പറഞ്ഞു എൻ്റെ ബിസ്ക്കറ്റ് കാണിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ വിസ്മി എടുത്ത് പാൽപ്പൊടിയും എടുത്ത് കാണിക്കുകയാണ്. അവൾ ബിസ്ക്കറ്റ് തരാത്തതുകൊണ്ട് അവൾ പിറകിൽ നിൽക്കുകയാണ്. എന്നിട്ട് തരാൻ പറഞ്ഞിട്ട് അവൾ തന്നില്ല. അപ്പോഴത്തേക്ക് ഞങ്ങൾ പറയുകയാണ് ഒന്ന് കൊണ്ട് തന്നത്. അവിടെ നിന്ന് നോക്കുകയാണ്. നോക്കിയിട്ട് പറഞ്ഞ് ഞാൻ തരില്ല, എൻ്റെ ബിസ്ക്കറ്റ് ഇട്ട് വീഡിയോ എടുക്കണ്ട എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ വിചാരിച്ച് വേണ്ട, ബിസ്ക്കറ്റിൻ്റെ വീഡിയോ എടുക്കണ്ടെന്ന്. അത് കഴിഞ്ഞപ്പോൾ മല്ലി ഞങ്ങൾ ഉണക്കാൻ വേണ്ടി ഇട്ടിരുന്നു, കഴുകി ഉണക്കാൻ. അപ്പോൾ ഇന്ന് നല്ല വെയിലായിരുന്നു. അപ്പോൾ ആ വെയിലത്തിട്ട് ഉണക്കാമെന്ന് തന്നെ വിചാരിച്ചു. 2-3 ദിവസം ഈ വാങ്ങിച്ചപ്പോൾ അത് പൂത്ത് ഒരുമാതിരി ഇരുന്നു. അപ്പോൾ പിന്നെ അത് കഴുകിയിട്ടേ ഉപയോഗിക്കാൻ പറ്റൂ. അല്ലെങ്കിലും ഞങ്ങൾ മല്ലിയൊക്കെ കഴുകി ഉപയോഗിക്കാറുള്ളൂ. അങ്ങനെ നല്ല കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തു. അപ്പം പൊടിക്കാൻ കൊണ്ടുപോകാനായിട്ട് എടുക്കുന്നതാണ്. ദൂരെയൊന്നും പോകണ്ട, പൊടിക്കാൻ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു മില്ലുണ്ട്, അവിടെയാണ് പൊടിക്കാൻ കൊണ്ടുപോകുന്നത്. അതിന് വേണ്ടിയിട്ട് വാരി കവറിലാക്കുന്നതാണ്. മോൾ അതിൻ്റെ ഇടയിൽ കൂടെ കൈയിട്ട് വാരി അതൊക്കെ എടുത്ത് കളയുന്നുണ്ട്. കുറേ താഴെ അവളെടുത്ത് കളഞ്ഞു. ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്നിടത്തും ഇതേപോലെ മില്ലൊക്കെ അടുത്ത് തന്നെയായിരുന്നു. അധികം ദൂരമൊന്നും പോകണ്ട, അയ്യപ്പൻ കുഴിയിൽ തന്നെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ കുരിയാത്തിയിലാണ് കൊണ്ടുപോയി പൊടിപ്പിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ കുരിയാത്തിയിലാകുമ്പോൾ നമുക്കറിയാം അവർ നല്ല വൃത്തിയെ പൊടിച്ചൊക്കെ തരും. അത് ഞങ്ങൾക്ക് പുട്ടൊക്കെ അവിക്കുമ്പോഴും ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോഴും നല്ല ഒരു സോഫ്റ്റ് ആയിരിക്കും, നല്ല പൊടിഞ്ഞും കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ കുരിയാത്തിയിലാണ് സാധാരണ കൊണ്ടുപോകുന്നത്. ഇപ്പം ഇവിടെ വന്നതിന് ശേഷം ഇവിടെയും കുഴപ്പമില്ല, അവർ നല്ല രീതിയിൽ തന്നെ പൊടിച്ചൊക്കെ തരും. അതുകൊണ്ട് പിന്നെ കുരിയാത്തിയിൽ പോകാൻ ഞങ്ങൾ നിൽക്കില്ല. അടുത്ത കടയുള്ളപ്പം പിന്നെ എന്തിനാണ് കുരിയാത്തി പോകണമെന്ന് വിചാരിച്ച് ഇവിടെ തന്നെ കൊടുക്കും. നല്ല വൃത്തിയായി തന്നെ പൊടിച്ച് തരും. ഒരല്പം നടന്നാൽ മാത്രം മതി. ചില സമയം അവിടെ ആളില്ലെങ്കിൽ ഞങ്ങളവിടെ വെച്ചിട്ട് വന്ന് അവർ വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് തരും. അത്രയ്ക്ക് തൊട്ടടുത്താണ്, ഒരു അല്പം പോയാൽ മതി. അതുകൊണ്ട് ഞങ്ങൾ അവിടെയാണ് കൊണ്ടുപോയി പൊടിക്കുന്നത്. ബിസ്മിയും മോളും മാത്രമാണ് പൊടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവൾ ഈ കാണിക്കുന്നത് അത്രയും. അതിൽ നിന്ന് വാരയൊക്കെ ചെയ്യുന്നത് അവൾ കൊണ്ടുപോയി പൊടിക്കാമെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ ചെരുപ്പിടാത്തതുകൊണ്ട് ബിസ്മി എടുത്തിരിക്കുന്നതാണ്. അവൾ ചെരുപ്പിടാതെ നടന്ന അവളെ കാലിൽ എന്തെങ്കിലും പൊത്ത് കയറും, വേദന എടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ചെരുപ്പിടാൻ പറഞ്ഞപ്പോഴത്തേക്ക് അത് കേട്ടില്ല, ചെരുപ്പിടൂല എന്നും പറഞ്ഞുകൊണ്ട് പോയി. അങ്ങനെയാണ് അവളെ എടുത്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നടന്നു പോകുന്നതാണ്. മഴയായതുകൊണ്ട് ഒന്നും നടക്കില്ല. ഇന്നാണ് കുറച്ച് വെയിൽ കണ്ടത്. അങ്ങനെ ഒരു കടയിൽ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്കും അവിടെ മല്ലിയെല്ലാം പൂത്താണ് ഇരുന്നത്. അങ്ങനെ കുറേ ദിവസമായി മല്ലി വാങ്ങിച്ച് വെച്ചിട്ട്. പിന്നെ ഇന്ന് വെയിൽ കണ്ടപ്പോഴത്തേക്കും കഴുകി ഉണക്കി എടുത്ത് അങ്ങനെ പൊടിക്കാൻ കൊടുക്കാൻ പോവാണ്. അതുപോലെ തുണിയൊക്കെ കഴുകിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണങ്ങാൻ, മഴയൊക്കെ ആയതുകൊണ്ട്. പിന്നെ ഇന്ന് വെയിലായതുകൊണ്ട് എല്ലാം ഉണക്കി പറക്കി എടുത്തു. കഴിഞ്ഞ ആഴ്ച മോളെ സ്കൂളിലൊന്നും വിടാൻ പറ്റിയില്ല, മോൾക്ക് പനിയായിരുന്നു. ഇപ്പം പനിയൊക്കെ മാറി, നാളെ തൊട്ട് സ്കൂളിലേക്ക് വിടണം. അങ്ങനെ നമുക്ക് ചായ ഉണ്ടാക്കാം.
കട്ടൻ ചായ അടുപ്പേ വെച്ചിട്ടുണ്ട്. കട്ടൻ ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് പാൽപ്പൊടി പാക്കറ്റിലിരിക്കുന്നത് പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഇടാം. ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ചായ ഇടാനായിട്ട് ഒരു പാക്കറ്റ് പാൽപ്പൊടി മതി. കട്ടൻ ചായ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. പൊട്ടിച്ച് വെച്ചിരിക്കുന്ന പാൽപ്പൊടിയിലേക്ക് കട്ടൻ ചായ അരിച്ചൊഴിച്ച് കൊടുക്കാം. ബാക്കിയുള്ളവർക്ക് ഇതിൽ നിന്ന് തന്നെ കട്ടൻ ചായ എടുത്തു. കട്ടൻ ചായ അരിച്ചതിന് ശേഷം നല്ലതുവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ബദാം പൊടി ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് വെക്കാം. ഇത് ചായയും ബദാം പൊടിയുടെ ഒത്ത് മിക്സ് ചെയ്യുന്നില്ല, രണ്ടായിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ചായയ്ക്ക് ആവശ്യത്തിനുള്ള കടുപ്പമൊക്കെ ഉണ്ട്, പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ അത്രയ്ക്കുള്ള കടുപ്പം തോന്നിക്കുന്നില്ല. ഞങ്ങൾ അധികം കടുപ്പത്തിലുള്ള ചായയൊന്നും കുടിക്കാറില്ല. കടുപ്പം കൂടിപ്പോയാലും ചായയ്ക്ക് ഒരുമാതിരി കയ്പ്പായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യത്തിനുള്ള കടുപ്പം ഇട്ടാണ് ചായ കുടിക്കുന്നത്. ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചായ അടിച്ച് പതപ്പിച്ചെടുത്തു. ചായയോടെ കഴിക്കാനായിട്ട് ഞങ്ങൾ കൊഴലപ്പമാണ് വാങ്ങിച്ചത്. മോൾക്ക് ബിസ്ക്കറ്റും വാങ്ങിച്ചു. ഞങ്ങൾ ബിസ്ക്കറ്റ് കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് ബിസ്ക്കറ്റ് തന്നില്ല. ഇപ്പോൾ തൽക്കാലം കൊഴലപ്പം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് പൊതുവേ ബിസ്ക്കറ്റ് ഇഷ്ടമല്ല. അല്ലാതെ നിങ്ങൾ വിചാരിക്കരുത് ഞങ്ങൾക്ക് ബിസ്ക്കറ്റ് തരാത്തത് കൊണ്ടല്ലേ ഞങ്ങളിങ്ങനെ പറയുന്നതെന്ന്. അതും ഒരു കാരണമാണ്, പക്ഷേ ഞങ്ങൾക്ക് ആ ബിസ്ക്കറ്റ് ഇഷ്ടമല്ല. അങ്ങനെ ചൂട് ചായ റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ ചായയും കൊഴലപ്പവും കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ചായ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണ് ഞങ്ങൾ ചായയുടെ കുടിക്കാൻ വാങ്ങിച്ച കൊഴലപ്പം. കൊഴലപ്പം കഴിച്ചിട്ട് അത്ര ടേസ്റ്റൊന്നുമില്ല. ഞങ്ങൾ എന്നും വാങ്ങിക്കുന്ന ടേസ്റ്റൊന്നുമില്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല. ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കാര്യം മറന്നു പോയത്. മല്ലി പൊടിച്ചതിൻ്റെ വീഡിയോ എടുത്തില്ല. അന്നേരമാണ് ഓർമ്മ വന്നത് മല്ലി പൊടിച്ചതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട്. വൈകുന്നേരം ഒരു വെപ്രാളമാണ്. ചായ കുടിക്കാൻ നേരത്ത് ഒന്നുമില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഒന്നെങ്കിൽ വീട്ടിൽ വല്ലതും ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിക്കും, അതല്ലെങ്കിൽ പുറത്തുനിന്ന് കടയിൽ നിന്ന് വല്ലതും വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിക്കും. ഞങ്ങൾക്ക് ഈ വെപ്രാളം വൈകിട്ട് ചായ കുടിക്കാൻ നേരത്ത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതേപോലെ ചായ കുടിക്കാൻ നേരത്ത് വെപ്രാളം ഉണ്ടോ? ഒരു ബിസ്ക്കറ്റ് കഴിച്ചിട്ട് അവൾ നേരെ കൊഴലപ്പം കഴിക്കാനായിട്ട് വന്നത്. അതിൻ്റെ അടിയാണ് ഈ കാണുന്നത്. അവൾക്കും കൊഴലപ്പം കഴിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് അതിൻ്റെ അടിയാണ് ഈ കാണുന്നത്. ചൂട് ചായയും കൊഴലപ്പവും കഴിച്ചപ്പോഴത്തേക്കും ഞങ്ങൾക്ക് സമാധാനമായി. ഇന്നത്തെ ഈവനിങ് വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം. ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഓക്കെ, ബൈ. ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം.